MDയെ ചെന്നു തൊടാൻ കാലമായെന്ന് ചങ്കിലെ പക്ഷി ജപിച്ചു തുടങ്ങിയിട്ട് 50-ലേറെയായി കൊല്ലം. MD വാസുദേവൻ നായർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എഴുതിയ കവിതയാണ്. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. കേൾക്കാൻ താല്പര്യപ്പെട്ടിരിക്കുകയും കേട്ടെന്ന് ഭാവിച്ചു എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന വിഭിന്നമായ ഒരു സദസ്സാണ് ഇവിടെ ഉള്ളത് എങ്കിൽ തന്നെയും വെട്ടേറ്റ ശിഖരം ഉണങ്ങി ജീർണിച്ച് നിലം പതിച്ചൊരു നാൾ, തീരെ ഒച്ച കേൾപ്പിക്കാതെ, മരം പോലും അറിയാതെ, മൂർച്ചയേറിയ ഖഡ്ഗങ്ങളാൽ പരസ്പര ക്ഷതമേൽപ്പിച്ച് മുറിവായയിൽ നിന്ന് നിരന്തരം ചോര വാർന്ന് നിലച്ചേ പോയി ഒരു നാൾ നമ്മുടെ പ്രണയം. എരിവേനലിൽ നേർത്ത് വനതടാകങ്ങൾ അപ്രത്യക്ഷമാവുമ്പോൾ തികച്ചും അനായാസമായ ഒരന്ത്യം. ഏവർക്കും നന്ദി. കവിയശ പ്രാർത്ഥി കീബോർഡിൽ വിരലമർത്തി അങ്കണ തൈത്യങ്ങളിൽ നിന്ന് ആദ്യത്തെ തേങ്ങ വീഴുകയും. പങ്കാളിത്ത പുരസ്കാരം 10,000 രൂപ ആദ്യം കൊടുക്കുക. ഇനി ഏറ്റുവാങ്ങിയാൽ മതി. ശില്പം, ഫലകം, പൊന്നാട, അവാർഡ് തുക, ഒഴിഞ്ഞ കവർ. സരസ്വതി, കാളിദാസൻ, എഴുത്തച്ഛൻ, ആരുടെ പേരിൽ വേണം അവാർഡെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. രാക്കടലിൽ മത്തിപേയുന്ന പാടങ്ങൾ തോറും ജ്ഞാപല വീശുന്നവർക്കെൻ്റെ വീരവണക്കം. മണ്ണറിഞ്ഞു വളരും ചെടികൾ മരമാകാൻ കൊതിച്ചു നിൽക്കേ, മഴുവോങ്ങിയ ധിക്കാരത്തിൻ അടിവേരുകൾ അടിപതറട്ടെ. തായാട്ടും താരാട്ടുണരും തായമ്പക കൊട്ടിക്കേറും താഴമ്പൂക്കാടുകളുലയും പെൺമക്കളുദിക്കും ദിക്കിൽ തായാട്ടും താരാട്ടുണരും. എല്ലാവർക്കും നമസ്കാരം. വളരെ ചഞ്ചലമായ ഒരു മനസ്സോടുകൂടിയാണ് നിങ്ങളുടെ മുൻപിൽ കവിത ചൊല്ലാൻ വേണ്ടി നിൽക്കുന്നത്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ ശബ്ദം നാലുപാടും നിന്ന് ആക്രമിക്കുന്നുണ്ട്. കവിയരങ്ങ് എന്ന് പറഞ്ഞാൽ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇവിടെ അശാന്തതയാണ് ഭരിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നുണ്ട് ഈ സമ്മേളനം കാണുമ്പോൾ. കേരളത്തിലെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, കേന്ദ്രത്തിലേതുമല്ല എന്ന് കൂട്ടാം. അതുകൊണ്ട് നിശ്ചയമായും എൻ്റെ വക ഈ സമ്മേളനം വിജയിപ്പിക്കാൻ സഹായകമാകുമെങ്കിൽ ഇങ്ങനെ ഒരു സമ്മേളനത്തിൽ ഇതുപോലെയൊരു കവിത ചൊല്ലാൻ അവസരം ലഭിച്ചത് ഏറെ സന്തോഷകരമായ വസ്തുതയാണ് എന്ന് ഞാൻ വളരെ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. കവിസമ്മേളനം ഇതിൻ്റെ ഉദ്ഘാടനമോ സമാപനമോ അധ്യക്ഷനോ സ്വാഗതമോ ഒന്നുമില്ലാത്തത് കൗതുകകരമായ ഒരു കാഴ്ചയാണ്. ഈ കവിതയുടെ പേര് MD രമണീയം ഒരു കാലം എന്നാണ്. MD വാസുദേവൻ നായർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എഴുതിയ കവിതയാണ്. അത് കഴിഞ്ഞ് ഇത് പുസ്തകത്തിൽ ചേർത്തു. പുസ്തകത്തിൻ്റെ കോപ്പി അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. അതാണ് MDയുടെ ഭാഗത്തുനിന്ന് ഞാൻ പ്രതീക്ഷിച്ചതും. പക്ഷെ അദ്ദേഹം അത് വായിച്ചു, ഒന്നിലേറെ തവണ വായിച്ചു എന്ന് അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത ഒരാൾ പിന്നീട് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വിസ്മയം ഉണ്ടായി, അത്ഭുതം തോന്നിയെങ്കിൽ തന്നെയും അതിലേറെ സന്തോഷവും ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് MD രമണീയം ഒരു കാലം എന്ന കവിത. MDയെ ചെന്നു തൊടാൻ കാലമായെന്ന് ചങ്കിലെ പക്ഷി ജപിച്ചു തുടങ്ങിയിട്ട് 50-ലേറെയായി കൊല്ലം. എന്നാലൊരു വല്ലാത്ത ശങ്ക ആ പള്ളിപ്പെരുഞ്ചൂരൽ എൻ്റെ പുറത്തു പതിച്ചെങ്കിലോ, ധർമ്മസങ്കടമേ നീ തുണയ്ക്കണമേ. നന്മയെ ചക്കരപ്പായസമൂട്ടുന്ന ജന്മസുഹൃതമേ കക്കേണമേ, ജന്മസുഹൃതമേ കക്കേണമേ. ധീരവും
സൗമ്യവുമാണെങ്കിലും നോട്ടമേതു നേരത്തും നിറം പകരാമെന്ന ഭീരുതയാലെ കരഞ്ഞു പറക്കുകയാണൻ കുയിലുകൾ, കരഞ്ഞു പറക്കുകയാണൻ കുയിലുകൾ. വ്രതമഹിമ പോരാത്ത പുത്രകാമേഷ്ടി പിഴയ്ക്കയാലോ ശിവശക്തിയോഗങ്ങൾ പൊരുത്തപ്പെടാത്ത അസുരവിത്തുകൾ തെറ്റിമുളയ്ക്കയാലോ പാവം അപരാധ കവിതയുടെ കാട്ടമ്പലങ്ങളിൽ ശാപം ജപിച്ചു പ്രദക്ഷിണം വെക്കുന്നു. അപരാധ കവിതയുടെ കാട്ടമ്പലങ്ങളിൽ ശാപം ജപിച്ചു പ്രദക്ഷിണം വെക്കുന്നു. നീയറിയാതെ പിറന്ന കടോൽക്കജൻ, കാടറിയാതെ വിളഞ്ഞൊരഴൽപ്പഴം, കാടറിയാതെ വിളഞ്ഞൊരഴൽപ്പഴം. സ്വന്തം പുരമുകളിൽ പടർന്നേറിയ, സ്വന്തം പുരമുകളിൽ പടർന്നേറിയ സിംഹളവള്ളിയിൽ അസുരവാദ്യത്തിൻ്റെ കൊഞ്ചും മൊഴികൾ ചെവിയോർക്കും ഈശ്വര സന്ത്രാസമേ. നിന്റെ ഞാറ്റുവേലക്കുളിര് എന്നിലെ പച്ച മനുഷ്യനു തീക്കനൽ, നിന്റെ ഞാറ്റുവേലക്കുളിര് എന്നിലെ പച്ച മനുഷ്യനു തീക്കനൽ എന്ന തിരിച്ചറിവാലേ തുടുക്കുന്നു കർക്കിടകനേരിൻ്റെ കാതരവികാരം, കർക്കിടകനേരിൻ്റെ കാതരവികാരം. ദിക്കുതിരിയാത്ത കിളികൾക്കൊരുപഹാരം, കർക്കിടകനേരിൻ്റെ കാതരവികാരം. ദിക്കുതിരിയാത്ത കിളികൾക്കൊരുപഹാരം. വാരാണസിയിൽ, വാരാണസിയിൽ അശാന്ത ദുരാത്മാക്കളാദിത്യ നരകമലങ്കരിക്കുന്നിടം, വാരാണസിയിൽ അശാന്ത ദുരാത്മാക്കൾ ആദിത്യ നരകമലങ്കരിക്കുന്നിടം. ചോര ചോദിച്ചു ദാഹിച്ച് ശവഗന്ധിയായി രൂപമില്ലാത്തോർ ചുടലവനങ്ങളിൽ, വാരാണസിയില ശാന്ത ദുരാത്മാക്കൾ ആദിത്യ നരകമലങ്കരിക്കുന്നിടം. ചോര ചോദിച്ചു ദാഹിച്ച് ശവഗന്ധിയായി രൂപമില്ലാത്തോർ ചുടലവനങ്ങളിൽ ജീവിത പിച്ചയാചിക്കും പുരങ്ങളിൽ. രതിയുടെ നിർവേദ ജാതകവള്ളിയിൽ, രതിയുടെ നിർവേദ ജാതകവള്ളിയിൽ വിരിയുന്ന പെൺപൂക്കളിൽ ഭക്തിരേതസുതിരയും കപാലിതൻ തുടിതാളമായി എന്നിൽ നിറയും അപാരത സർഗലാവണ്യമേ. കാലത്രയമേ നിനക്കു സ്വസ്തി. രതിയുടെ നിർവേദ ജാതകവള്ളിയിൽ വിരിയുന്ന പെൺപൂക്കളിൽ ഭക്തിരേതസതിരയും കപാലിതൻ തുടിതാളമായി എന്നിൽ നിറയും അപാരത സർഗലാവണ്യമേ. കാലത്രയമേ നിനക്കു സ്വസ്തി. ചങ്ങലക്കാലും വലിച്ച്, ചങ്ങലക്കാലും വലിച്ചൊരനാദിയാം സങ്കടമർത്യത സഞ്ചരിക്കുന്നിടം, ചങ്ങലക്കാലും വലിച്ചൊരനാദിയാം സങ്കടമർത്യത സഞ്ചരിക്കുന്നിടം. പള്ളിവാളും കാൽച്ചിലമ്പും കിലുക്കിനി സ്വന്തം ബലിനിയോഗങ്ങൾ പൂർത്തീകരിച്ചുന്നതരാകുമാ ലോകഗുരുക്കളോടിങ്ങനെ ചോദിക്കയല്ലോ. ചങ്ങലക്കാലും വലിച്ചൊരനാദിയാം സങ്കടമർത്യത സഞ്ചരിക്കുന്നിടം. പള്ളിവാളും കാൽച്ചിലമ്പും കിലുക്കിനി സ്വന്തം ബലിനിയോഗങ്ങൾ പൂർത്തീകരിച്ച്
ഉന്നതരാകുമാ ലോക ഗുരുക്കളോടിങ്ങനെ ചോദിക്കയല്ലോ, മണിമുഴങ്ങുന്നതിതാർക്കു വേണ്ടി, മണിമുഴങ്ങുന്നതിതാർക്കു വേണ്ടി, സ്വർഗം തുറക്കുന്നതാർക്കു വേണ്ടി, മണിമുഴങ്ങുന്നതിതാർക്കു വേണ്ടി, സ്വർഗം തുറക്കുന്നതാർക്കു വേണ്ടി. രമണീയമൊരു കാലമെന്നു തേങ്ങുമ്പോഴും കനലാഴമാർന്ന കറുത്ത സന്താപമായി കടൽ മുത്തുപൂക്കും അമാവാസികൾ നിന്റെ കവിതയ്ക്കു മുന്നിൽ നമസ്കരിക്കുമ്പോഴും കാമുകവനത്തിലെ കണ്ടകപ്പൂക്കളിൽ രമണീയമൊരു കാലമെന്നു തേങ്ങുമ്പോഴും കനലാഴമാർന്ന കറുത്ത സന്താപമായി കടൽ മുത്തുപൂക്കും അമാവാസികൾ നിന്റെ കവിതയ്ക്കു മുന്നിൽ നമസ്കരിക്കുമ്പോഴും കാമുകവനത്തിലെ കണ്ടകപ്പൂക്കളിൽ, കാമ്യകവനത്തിലെ കണ്ടകപ്പൂക്കളിൽ പ്രാണഗന്ധങ്ങൾ പതുക്കെ തൊടുന്നു. മഞ്ഞിൻ മറയിലെ സ്വപ്ന സവിതാവേ, പ്രാണഗന്ധങ്ങൾ പതുക്കെ തൊടുന്നു. മഞ്ഞിൻ മറയിലെ സ്വപ്ന സവിതാവേ, വളരും വളരും വളർന്നു വലിയൊരാളാകും എന്നെഴുതുന്ന നേരത്ത് ശാരിക പൈതൽ വന്നരികത്തിരുന്നുവോ. ശ്യാമ സരസ്വതി കുമരനല്ലൂരിലെ തീർത്ഥക്കുളങ്ങളിൽ പാരണ വീടുകയായിരുന്നോ. വളരും വളർന്നു വലിയൊരാളാകും എന്നെഴുതുന്ന നേരത്തു ശാരിക പൈതൽ വന്നരികത്തിരുന്നുവോ. ശ്യാമ സരസ്വതി കുമരനല്ലൂരിലെ തീർത്ഥക്കുളങ്ങളിൽ പാരണ വീടുകയായിരുന്നു. ലോകനാർഗാവിലേക്കെത്ര ദൂരം, ലോകനാർഗാവിലേക്കെത്ര ദൂരം, കേട്ട ചാവേർ പെരുമകളല്ല. ലോകനാർഗാവിലേക്കെത്ര ദൂരം, കേട്ട ചാവേർ പെരുമകളല്ല. കുശവന്റെ ചാവു നിലത്തെ വെയിൽ പൂക്കളിലാണു നേരെന്ന്, കുശവന്റെ ചാവു നിലത്തെ വെയിൽ പൂക്കളിലാണു നേരെന്ന് ജീവിതം ചുട്ടുതല്ലുന്നു നീ, ജീവിതം ചുട്ടുതല്ലുന്നു നീ. ഏതു നേരത്തും ചരിത്രം വിളക്കുവാൻ, ഏതു നേരത്തും ചരിത്രം വിളക്കുവാൻ, കാവിലെ പാട്ടു പുനർജനിപ്പിക്കുവാൻ, കാരൂരിലേക്കൊരു പാലം പണിയുവാൻ കാലമേ നീ ഏകസാക്ഷി. ലോകനാർഗാവിലേക്കെത്ര ദൂരം, കേട്ട ചാവേർ പെരുമകളല്ല. കുശവന്റെ ചാവു നിലത്തെ വെയിൽ പൂക്കളിലാണു നേരെന്ന് ജീവിതം ചുട്ടുതല്ലുന്നു നീ. ഏതു നേരത്തും ചരിത്രം വിളക്കുവാൻ, കാവിലെ പാട്ടു പുനർജനിപ്പിക്കുവാൻ, കാരൂരിലേക്കൊരു പാലം പണിയുവാൻ കാലമേ നീ ഏകസാക്ഷി. MDA ചെന്നു തൊടാൻ കാലമായെന്ന് ചങ്കിലെ പക്ഷി ജപിച്ചു തുടങ്ങിയിട്ട് 50-ലേറെയായി കൊല്ലം. എന്നാലൊരു വല്ലാത്ത ശങ്ക ആ പള്ളിപ്പെരുഞ്ചൂരൽ എൻ്റെ പുറത്തു പതിച്ചെങ്കിലോ. ധർമ്മസങ്കടമേ നീ തുണയ്ക്കേണമേ, ധർമ്മസങ്കടമേ നീ തുണയ്ക്കേണമേ. നന്മയെ ചക്കരപ്പായസമൂട്ടുന്ന ജന്മസുഹൃതമേ കാക്കേണമേ എന്നിങ്ങനെ ഈ കവിത സമാപിപ്പിക്കുമ്പോൾ ഈ കവി സമ്മേളനത്തിലേക്ക് എന്നെ ക്ഷണിച്ച ഭാരവാഹികൾ ആരാണ് എന്ന് വളരെ കൃത്യമായിട്ട് എനിക്ക് തൊട്ടു കാണിക്കാൻ കഴിയുന്നില്ല.
ചിലപ്പോൾ ഒരു സംഘമായ ആളുകളുടെ കൂട്ടായ തീരുമാനത്തിൻ്റെ ബഹിർസ്ഫുരണമായിരിക്കാം ഞാൻ ഇന്നിവിടെ ഈ നിൽക്കുന്നതിൻ്റെ കാരണം. ആരായാലും അവരോടെല്ലാം നന്ദിയുണ്ട്. ഇന്നത്തെ ദിവസം ധന്യമാണ്. എം ടി വാസുദേവൻ നായരെ കുറിച്ചുള്ള ഈ കവിത ഒരിടത്തും ചൊല്ലിയില്ലല്ലോ എന്ന് സങ്കടത്തിലിരിക്കുമ്പോഴാണ് ഏറ്റവും അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ വിയോഗം, അതിൻ്റെ 1-ാം വാർഷികം. അതിങ്ങനെ പകലോർത്തിരുന്നപ്പോഴാണ് ഇന്നിവിടെ ചൊല്ലേണ്ട കവിത എം ടി രമണീയം ഒരു കാലം എന്ന കവിത തന്നെയാകാം. ജീവിച്ചിരുന്നപ്പോൾ ആ കവിത പലവട്ടം വായിച്ചു അദ്ദേഹം എന്ന് പറഞ്ഞയാളും മരിക്കാൻ പോകുന്നു എന്നിങ്ങനെ കേട്ടു. ഏതായാലും എം ടി ഈ കവിത വായിച്ചു എന്നോട് പറഞ്ഞയാളോട് വളരെ കൂടുതൽ നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. ഈ കവിസമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ശുഷ്കേതരമായ ഒരു സദസ്സാണ്. ശുഷ്കമായ സദസ്സല്ല, ശുഷ്കേതരമായ ഒരു സദസ്. ധാരാളം ഇത് ഒരു കവിത കേൾക്കാൻ ധാരാളവും അതിനപ്പുറവുമാണ് എന്ന് വളരെ സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് തുഞ്ചൻ പറമ്പിൽ ആദ്യമായി എന്നെ കവിത ചൊല്ലാൻ വിളിച്ചു വരുത്തിയത് എം ടി വാസുദേവൻ നായരാണ്. എം ടി വാസുദേവൻ നായർ മരിച്ചതിന് ശേഷം അങ്ങോട്ട് വിളിച്ചിട്ടില്ല ഒരാളും. കുമാരനാശാൻ്റെ സ്മാരകത്തിലേക്ക് അതിൻ്റെ ഭാരവാഹിയായി 3 തവണ ചെയർമാനായിരുന്നയാൾ ഒരു തവണ പോലും ആശാൻ സ്മാരകത്തിലേക്ക് വിളിച്ചിട്ടില്ല. ഇയാൾ ഇത്ര ഒരു ശനി പിടിച്ച രാശിയില്ലാത്തവനാണോ എന്ന് ഞാൻ എൻ്റെ മനസ്സിനോട് സ്വയം ചോദിച്ച ചില സന്ദർഭങ്ങളാണ്. പോട്ടെ, ആരെയും ശകാരിക്കാനും കുറ്റപ്പെടുത്താനും ഇങ്ങനെ ഒരു പൊതുവേദി ഉപയോഗിക്കുന്നില്ല. വിളിച്ചു വരുത്തിയവരോട് നന്ദിയുണ്ട്. ഈ കവിത കേൾക്കുകയും കേൾക്കാൻ താല്പര്യപ്പെട്ടിരിക്കുകയും കേട്ടെന്ന് ഭാവിച്ചു എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന വിഭിന്നമായ ഒരു സദസ്സാണ് ഇവിടെ ഉള്ളത് എങ്കിൽ തന്നെയും എല്ലാവരോടും വളരെ നന്ദിയുണ്ട്. ദീർഘകാലം എനിക്ക് ജീവിക്കാൻ ഇടവരേണമേ നിങ്ങളോടൊപ്പം എന്ന പ്രാർത്ഥനയോടുകൂടി ഞാനിപ്പോൾ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. നന്ദി സർ. അടുത്തതായി കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ ജനിച്ച് മലയാളികളുടെ മനം കവർന്ന കവിതകൾ കൊണ്ടും കഥകൾ കൊണ്ടും സാഹിത്യ ലോകത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീമതി റോസ്മേരി കേരള സാഹിത്യ അക്കാദമി അവാർഡ്, SBT കവിതാ അവാർഡ്, ലളിതാംബിക അന്തർജനം അവാർഡ് എന്നിവ കരസ്ഥമാക്കി. വാക്കുകൾ ചേക്കേറുന്നിടം, ചാഞ്ഞു പെയ്യുന്ന മഴ, ഇവിടെ ഇങ്ങനെ ഒരാൾ തുടങ്ങി നിരവധി കൃതികളുടെ കർത്താവ് കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമതി റോസ്മേരിയെ അടുത്തതായി കവിത ചൊല്ലാൻ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന പ്രിയ കവിമിത്രങ്ങളെ, പ്രിയപ്പെട്ട സ്നേഹിതരെ, ഞാൻ വളരെ ചെറിയൊരു കവിതയാണ് ചൊല്ലുന്നത്. പ്രിയ ജ്യേഷ്ഠൻ ഏഴാശ്ശേരിയുടെ ശ്രുതിമധുരമായ കവിത കഴിഞ്ഞിട്ട് ഒരു ഗാനപ്പൂങ്കുയിലിനെ പോലെ അദ്ദേഹം പാടുകയായിരുന്നു. അതിനുശേഷം എൻ്റെ ഈ ഗദ്യ കവിത ഒരു കാട്ടുപക്ഷിയുടെ ചിലക്കൽ പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പരമാവധി ഇമ്പകരമായി ഞാനത് ചൊല്ലുവാൻ നോക്കുകയാണ്. കവിതയുടെ പേര് അനായസം മൃത്യു. അനായസം മൃത്യു. നേർത്ത് പിഞ്ഞി അറ്റുപോയി ഒരു നാൾ കയറിഴ, ചെറിയൊരു മർമ്മരം പോലും ഉതിർക്കാതെ ആ വഴി പോയ കാറ്റുപോലും അറിയാതെ. നേർത്ത് പിഞ്ഞി അറ്റുപോയി ഒരു നാൾ കയറിഴ, ചെറിയൊരു മർമ്മരം പോലും ഉതിർക്കാതെ ആ വഴി പോയ കാറ്റുപോലും അറിയാതെ. വെട്ടേറ്റ ശിഖരം ഉണങ്ങി ജീർണിച്ച് നിലം പതിച്ചൊരു നാൾ, തീരെ ഒച്ച കേൾപ്പിക്കാതെ മരം പോലും അറിയാതെ. വെട്ടേറ്റ ശിഖരം ഉണങ്ങി ജീർണിച്ച് നിലം പതിച്ചൊരു നാൾ, തീരെ ഒച്ച കേൾപ്പിക്കാതെ മരം പോലും അറിയാതെ. മൂർച്ചയേറിയ ഖഡ്ഗങ്ങളാൽ പരസ്പര ക്ഷതമേൽപ്പിച്ച് മുറിവായയിൽ നിന്ന് നിരന്തരം ചോര വാർന്ന് നിലച്ചേ പോയി ഒരു നാൾ നമ്മുടെ പ്രണയം. ക്ഷണമാത്ര പോലും
വിറകൊണ്ടതേയില്ല ഹൃദയം, പൊടിഞ്ഞതേയില്ല ഒരു നീർക്കണം പോലും മിഴികളിൽ. മൂർച്ചയേറിയ ഖഡ്ഗങ്ങളാൽ പരസ്പരം ക്ഷതമേൽപ്പിച്ച് മുറിവായയിൽ നിന്ന് നിരന്തരം ചോര വാർന്ന് വാർന്ന് നിലച്ചേ പോയി ഒരു നാൾ നമ്മുടെ പ്രണയം. ക്ഷണമാത്ര പോലും വിറകൊണ്ടതേയില്ല ഹൃദയം, പൊടിഞ്ഞതേയില്ല ഒരു നീർക്കണം പോലും മിഴികളിൽ. എരിവേനലിൽ നേർത്ത് നേർത്ത് വനതടാകങ്ങൾ അപ്രത്യക്ഷമാവുമ്പോൾ തികച്ചും അനായാസമായ ഒരന്ത്യം. എരിവേനലിൽ നേർത്ത് നേർത്ത് വനതടാകങ്ങൾ അപ്രത്യക്ഷമാവുമ്പോൾ തികച്ചും അനായാസമായ ഒരന്ത്യം. ഏവർക്കും നന്ദി. നന്ദി മാം. അടുത്തതായി സമൂഹത്തിലെ നെറുകേടുകളെയും അന്ധവിശ്വാസങ്ങളെയും അടിമുടി എതിർക്കാൻ എന്നും തൻ്റെ തൂലിക്ക് പടവാളാക്കിയിട്ടുള്ള കവിയാണോ ശ്രീ കുരീപ്പുഴ ശ്രീകുമാർ. കൊല്ലം ജില്ലയിലെ കുരീപ്പുഴയിൽ ജനിച്ച ഇദ്ദേഹം ഇന്ന് മലയാള കാവ്യാസ്വാദകരുടെ പ്രിയപ്പെട്ട കവിയാണ്. കീഴാളൻ, പെണ്ണങ്ങുണ്ണി, അമ്മ മലയാളം, സ്കൂൾ ബാർ, രാഹുലൻ ഉറങ്ങുന്നില്ല എന്നിവ പ്രധാനപ്പെട്ട ചില കൃതികളാണ്. ആശാൻ സ്മാരക പുരസ്കാരം, വൈലോപ്പിള്ളി അവാർഡ്, അബുദാബി ശക്തി അവാർഡ് തുടങ്ങി അനവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ശ്രീ കുരീപ്പുഴ ശ്രീകുമാറിനെ സ്നേഹപൂർവ്വം കവിത ചൊല്ലാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഏറ്റവും വിനീതമായ നമസ്കാരം. ഏറെക്കാലം ഓരോ വർഷങ്ങളിലും ഈ വിപുലമായ പുസ്തക പ്രദർശനം നടക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഏറെക്കാലം ഇത്തരം കവിസമ്മേളനങ്ങളും സാംസ്കാരിക സമ്മേളനങ്ങളും കേരളത്തിലുണ്ടാകണം എന്ന്, ഇവിടെ ഉണ്ടാകണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഈ നിയമസഭയുടെ ഉൾവശങ്ങൾ എല്ലാവർക്കും തുറന്നു കൊടുത്തതുപോലെ എല്ലാ വർഷവും വരുംകാലം എല്ലാ വർഷവും ഇനി പിറക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും എല്ലാം ഫ്രീ ആയിട്ട് വന്ന് MLA-മാരുടെ ഒന്നും അനുമതി പത്രമില്ലാതെ വന്ന് ഈ നിയമസഭ കാണുവാനുള്ള സന്ദർഭം ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെ എക്കാലവും ഇത് തുടരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കാലം തീർത്തും നല്ല കാലം അല്ല. അയ്യ വൈകുണ്ഠർ മുതൽ സഹോദരൻ അയ്യപ്പൻ വരെയുള്ള എല്ലാ നവോത്ഥാന നായകന്മാരും കവിത കൊണ്ട് പോരാടിയ ഒരു വ്യവസ്ഥിതി തൊട്ട് മുമ്പിലുണ്ട്, തൊട്ട് മുന്നേ പോയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം തിരിച്ചു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ജാതി തിരിച്ചു വരുന്നു, മതം തിരിച്ചു വരുന്നു, എല്ലാത്തരം അന്ധവിശ്വാസങ്ങളും തിരിച്ചു വരുന്നു. വർഗീയവാദികളെല്ലാം വളരെ മാന്യന്മാരായിട്ട് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നു, അവർക്ക് മാന്യമായ സ്ഥാനം കിട്ടുന്നു. വർഗീയവാദികളുടെ വിഷവിത്തുകളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം മനുഷ്യനെ നോക്കി ചിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആൾക്കൂട്ട കൊലപാതകങ്ങൾ. നീ ബംഗ്ലാദേശുകാരനാണോ മുസ്ലിം ആണോ എന്ന് ചോദിച്ചിട്ട് ഒരാളിനെ ക്രൂരമായിട്ട് തല്ലിക്കൊല്ലുക. അവിടെയാണെങ്കിൽ നീ ഹിന്ദു ആണെന്ന് ചോദിച്ചിട്ട് മനുഷ്യനെ തല്ലിക്കൊല്ലുക. ഇങ്ങനെ ലോകമാകെ വിഷലിപ്തമായിരിക്കുന്ന നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഒരു പ്രണയ കവിത ചൊല്ലാനോ ആനന്ദത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ ഒരു കവിത ചൊല്ലാനോ ഒന്നും എനിക്ക് കഴിയുന്നില്ല. കഴിയുന്നിടത്തോളം കാലം ഈ നേരെ എതിരായിട്ടുള്ള വ്യവസ്ഥിതിക്ക് നേരെ രണ്ട് കല്ലെങ്കിൽ രണ്ട് കല്ല് പറക്കി എറിയണം എന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ ഞാൻ പറക്കി എറിയുന്ന ചില കല്ലുകളാണ് ഇനി ഞാൻ ചൊല്ലാൻ പോകുന്ന നഗ്ന കവിതകൾ. കവിയുടെ വില. കവിയുടെ ഫോട്ടോയിൽ നിന്നും കവിയുടെ ഫോട്ടോയുടെ വിലയിൽ നിന്നും ജീവചരിത്രക്കുറിപ്പിൻ്റെ വില കുറച്ചാൽ ഫോട്ടോയുടെ വില തന്നെ കിട്ടുമെങ്കിൽ ജീവചരിത്രക്കുറിപ്പിൻ്റെ വില എത്ര? മാർക്കറ്റ്. കവി കഥയിലേക്ക് കാലുമാറി, പിന്നെ സിനിമയിലേക്ക്. മുട്ടിയാൽ ഏതെങ്കിലും വാതിൽ തുറന്നാലോ പേന പിടിക്കും ചെറു കയ്യുകളെ പോവുക നമ്മൾ മാർക്കറ്റിൽ. ഗിന്നസ് കവി. ഗിന്നസ് ബുക്കിൽ കയറിയിട്ട് തന്നെ കാര്യം. ഓരോ രാത്രിയിലുമായി 365 കവിതകൾ പോസ്റ്റ് ചെയ്തതാണ്. കവിയശ പ്രാർത്ഥി കീബോർഡിൽ വിരലമർത്തി അങ്കണ തൈത്യങ്ങളിൽ നിന്ന് ആദ്യത്തെ തേങ്ങ വീഴുകയും. പങ്കാളിത്ത പുരസ്കാരം. 10,000 രൂപ ആദ്യം കൊടുക്കുക, ഇനി ഏറ്റുവാങ്ങിയാൽ മതി. ശില്പം, ഫലകം, പൊന്നാട, അവാർഡ് തുക, ഒഴിഞ്ഞ കവർ. സരസ്വതി, കാളിദാസൻ, എഴുത്തച്ഛൻ, ആരുടെ പേരിൽ വേണം അവാർഡെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. എഡിറ്റർ.
പ്രസിദ്ധനായ ഒരു എഡിറ്റർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ചിഹ്നം കത്രിക. സൂംബ നൃത്തം. അതിരാവിലെ കാറ്റും മഴയും. തൊടിയിലെ പെൺതെങ്ങും ആൺതെങ്ങും നഗ്നരായി സൂംബ നൃത്തം നടത്തുന്നു. പിന്നെ വൈകിയില്ല, പെൺതെങ്ങിനെ കല്ലെറിഞ്ഞോടിച്ചു. കാറ്റും മഴയും തുടർന്നു. സാംബ നൃത്തം. സൂംബ നൃത്തം കഴിഞ്ഞ് സ്കൂളിൽ നിന്നും വന്ന ബോബനും മോളിയും ജനലിലൂടെ നോക്കിയപ്പോൾ പപ്പയും മമ്മിയും സാംബ നൃത്തം കാണുന്നു. സുപ്രീം കോടതി. കുമ്പിളിലെ കഞ്ഞി തട്ടിപ്പറിച്ച കേസുമായാണ് കോരൻ കോടതിയിലെത്തിയത്. കുഞ്ഞു കോടതി മുതൽ ഹൈക്കോടതി വരെ കേസ് തള്ളി. ഇനി സുപ്രീം കോടതി. അതെവിടെയാണ്? വണ്ടിക്കൂലി, വക്കീൽ ഫീസ്. പ്രിയപ്പെട്ട കോര, സുപ്രീം കോടതി വളരെ 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 ദൂരെയാണ്. ഡെൻമാർക്കിലെ കുപ്പത്തൊട്ടിയിൽ ഒരു പ്ലാസ്റ്റിക് ബാഗ്. അതിലെല്ലാ മതങ്ങളും. ഡെൻമാർക്കിൽ ഇപ്പോൾ ഒന്നും ചീഞ്ഞു നാറുന്നതേയില്ല. ഇന്ദ്രജാലം. മജീഷ്യൻ സ്കൂളിൽ വന്നു. എല്ലാ കുട്ടികളോടും പൂക്കൾ കൊണ്ടുവരാൻ പറഞ്ഞു. ഹായ്, ചെമ്പരത്തി, മുക്കുറ്റി, റോസ്, നന്ദ്യാർവട്ടം. എല്ലാ പൂക്കളും ഒരു കൂടയിൽ നിറച്ചു. കൂട മൂടി മാന്ത്രികവടി ചുഴറ്റി. കൂട തുറന്നപ്പോൾ എല്ലാ പൂക്കളും താമര, രാഷ്ട്രീയ താമര. വാസ്തുശാസ്ത്രം. പെരുന്തച്ഛൻ്റെ മകൻ മനുഷ്യാലയ ചന്ദ്രിക വായിക്കുന്നു. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എല്ലാവർക്കും വീട് വയ്ക്കാൻ മണ്ണുണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളിക്ക് കൂര കുത്താൻ മണ്ണില്ല. അയാൾ പുസ്തകം തീയിലേക്ക് വലിച്ചെറിഞ്ഞു. ചന്ത. കവിത വേണോ കവിത? ആറ്റുകാലമ്മ, ഗുരുവായൂരപ്പൻ, ശബരിമല ശാസ്താവ്. കവിത വേണോ കവിത? ഇനിയുമുണ്ട്. പടച്ചോൻ, യഹോവ, ലോകമടക്കി വാഴുന്ന കല്ലുംമൂട്ടിൽ ഭഗവതി. പാർട്ടി സമ്മേളനങ്ങൾക്കും തെരഞ്ഞെടുപ്പുകൾക്കും റിബേറ്റ്. കാവ്യസ്തംഭം, മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. മതപരീക്ഷ. ആദ്യമായി ബഹിരാകാശത്ത് പോയ ജീവി? കുരങ്ങ്, കുതിര, പെൺപട്ടി. ശരി ഉത്തരത്തിന് മാർക്ക് ഇല്ല. അഫ്ഗാനിസ്ഥാൻ. നവവധുവായ മിനിക്കുട്ടിയെ കണ്ടപ്പോൾ കാബൂളിവാല ഞെട്ടി. ഇതേ പ്രായമുള്ള തൻ്റെ മകൾ ഏതെങ്കിലും വയസ്സിൻ്റെ 4ാം ഭാര്യയായിട്ടുണ്ടാകുമോ? സ്കൂളിൻ്റെ പടി കാണാത്ത അവൾ ജീവനോടെ കാണുമോ? കിടുവ. ദശലക്ഷം പേരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച ഫയലുമായി ഗിന്നസ് ബുക്കിലേക്ക് വണ്ടി കത്ത് നിന്നപ്പോഴാണ് ആ നാസ്തികൻ വന്ന് പൂണ്ടടക്കം പിടിച്ച സ്വാമിയുടെ ഉച്ചിയിൽ ഉമ്മ വെച്ചത്. കടുവയെ കെടുവ പിടിച്ചു എന്ന പ്രയോഗം അന്ന് മുതലാണ് ഉണ്ടായത്. കറിയാച്ചൻ്റെ സംശയം. പള്ളിപ്രസംഗത്തിലെ ഒരു വാചകം കറിയാച്ചൻ്റെ കഠിന ഹൃദയത്തിൽ തറച്ചു. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നത് വരെ നെറ്റിയിലെ വിയർപ്പുകൊണ്ട് ഭക്ഷണം സമ്പാദിക്കും. ഗൃഹസന്ദർശന വേളയിൽ കറിയാച്ചൻ ചോദിച്ചു, അച്ഛനും എനിക്കും രണ്ടുണ്ടോ വേദപുസ്തകം? ചൊവ്വ. പുരനിറഞ്ഞ് കവിഞ്ഞു നിന്ന ഹിന്ദു പെണ്ണിൻ്റെ സ്വപ്നത്തിൽ ചൊവ്വാഗ്രഹമെത്തി. ഭൂമിയിൽ നിന്നും ദശലക്ഷക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള ഞാൻ നിന്റെ കല്യാണം മുടക്കിയിട്ടില്ല. നിരപരാധിയെ നോക്കി പെണ്ണ് കണ്ണു തുടച്ചു. അപരാധികൾ കബഡിക്കെട്ടുമായി ഓടി ഒളിച്ചു. വാൽനരന്മാർ. വാനരന്മാർ മനുഷ്യവേഷം കെട്ടിയിരിക്കുന്നു. നോക്കൂ, ഹനുമാൻ നമ്പൂതിരി, ബാലി നായർ, സുഗ്രീവനാചാരി, താരാവാര്യർ, ജാമ്പവാൻ കുറുപ്പ്. നാരീ പൂജ. കന്യകയെ പീഠത്തിലിരുത്തി ഭഗവതിയെ സാക്ഷിയാക്കി കാൽ കഴുകി പൂജിച്ചു. ശേഷം പൂജാരി വീട്ടിലേക്ക് കുതിച്ചു. അവിടെ കെട്ടിയിട്ടിരിക്കുന്ന അന്തർജനത്തിൻ്റെ പാദപൂജ സ്വീകരിക്കണം. സ്മാരകം. നേതാവിൻ്റെ സ്മാരകം നോക്കൂ. അദ്ദേഹത്തിൻ്റെ ഷർട്ട്, ലുങ്കി, അടിവസ്ത്രം, ഷേവിംഗ് സെറ്റ്, ക്യാമറയ്ക്ക് മുന്നിൽ കിളയ്ക്കാനെടുത്ത മൺവെട്ടി, ഇഷ്ടപ്പെട്ട തേയില, ഞെക്കുവിളക്ക് എല്ലാം ടാറ്റയുടെ ഉൽപ്പന്നങ്ങൾ. ക്ഷണക്കത്ത്. സായിപ്പിനും മദാമ്മയ്ക്കും ഇപ്പോൾ ഇംഗ്ലീഷ് തീരെ അറിയില്ല. കത്ത് ഇംഗ്ലീഷിലായിരുന്നിട്ടും ഒരു മദാമ്മക്കുഞ്ഞു പോലും ഞങ്ങളുടെ കല്യാണത്തിന് വന്നില്ല. നായ്ക്കളുടെ കേരളം. ഏതു തെരുവിലും നായ്ക്കൾ, ഏതു നിരത്തിലും നായ്ക്കൾ. വാലു താഴ്ത്തിയത്, നുര വരുന്നത്, പേടിച്ചു നോക്കുന്നത്, കാരുണ്യം യാചിക്കുന്നത്, രതിപ്പിഴ നുണയുന്നത്. കേരളം ഡോഗ്സ് ഓൺ കൺട്രി. ബഷീർ. ബേപ്പൂർ സുൽത്താൻ മരണാനന്തരം സ്വർഗത്തിലെത്തി. മദ്യവും മദിരാക്ഷിയും റെഡി, പൂങ്കാവനവും പൂവൻപഴവും റെഡി. പക്ഷേ രാമൻ നായരും തോമയും ഇല്ലല്ലോ. വർക്കിയും വാസുവും വരാനും വഴിയില്ല. ബഷീർ കേരളത്തിലേക്ക് തന്നെ മടങ്ങി. ആദിജീവിതം. ബസ് സ്റ്റോപ്പിൽ നിന്ന് കോളേജ് യുവതിയെ ഒളിഞ്ഞു നിന്നു കല്ലെറിഞ്ഞു പൂവാലൻ.
നെറ്റിയിലും ഹൃദയത്തിലും മുറിവേറ്റ അവൾ കോടതിയിലേക്ക് ഓടി. കോടതി കല്ലിനെ ശിക്ഷിച്ചു. ചക്കരക്കുടം. കൂറുമാറിയ മെമ്പർ ഇക്കുറി സ്വതന്ത്രനായി മത്സരിക്കുന്നുണ്ട്. ചിഹ്നം ചക്കരക്കുടം. ചെരുപ്പും കണ്ണടയും കണ്ടാൽ അറിയാം കീശയിലെ കാശിൻ്റെ പെരുപ്പം. തുടർച്ച. ഗാന്ധിജി ഇനി എന്താ പരിപാടി? ബ്രിട്ടീഷുകാരെ കെട്ടിച്ചില്ലേ, ഇനി ധ്യാനിക്കണം. അംബേദ്കർ എവിടേക്കാണ് ഇത്ര ധൃതിയിൽ? പാർലമെൻറ്റിന് മുന്നിലേക്ക് ഭരണഘടന സംരക്ഷിക്കാനുള്ള സമരം തുടരേണ്ടതായിട്ടുണ്ട്. വനിതാ വാർഡ്. ഈ തെരഞ്ഞെടുപ്പിൽ ചേട്ടൻ മത്സരിക്കുന്നില്ലേ? ഇല്ല, വനിതാ സംവരണമല്ലേ, ചേട്ടത്തെയാണ് സ്ഥാനാർത്ഥിനി. ചേട്ടൻ എവിടെ? അദ്ദേഹം 2 സ്റ്റിയറിംഗ് ഉള്ള വണ്ടി വാങ്ങാൻ പോയിരിക്കുന്നു. കത്ത്. ദേവസ്വം മന്ത്രിക്ക്. ദേവസ്വം ബോർഡും തന്ത്രി കുതന്ത്രികളടക്കം എല്ലാവരെയും പിരിച്ചുവിട്ട് തൽസ്ഥാനത്ത് ദളിതരെ നിയമിക്കണം. ദളിതർ എൻ്റെ വകയൊന്നും ഇന്നേ വരെ മോഷ്ടിച്ചിട്ടില്ല എന്ന് ശബരിമല അയ്യപ്പൻ പുലിവാഹനൻ. മധ്യമാർഗം. ദൈവമുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ സ്വയം വഞ്ചന, ഇല്ലെന്ന് പറഞ്ഞാൽ വധഭീഷണി. മധ്യമാർഗമാണ് നല്ലത്. ദൈവം ഉണ്ടില്ല. കപ്പയൂരപ്പൻ. പള്ളിപ്പറമ്പിൽ കപ്പ നടാൻ കിളച്ചപ്പോൾ കിട്ടിയതാണ് 4 കയ്യും ലിംഗവുമുള്ള അപ്പൻ. അതാ പൂണൂലനും കബഡിക്കാരനും വന്നു, മൈക്കും വഞ്ചിപ്പെട്ടിയും വന്നു, കവിയും വന്നു. കപ്പയൂരപ്പ ലോകാധിനാഥ, തൃപ്പാദം കുമ്പിടാൻ ലക്ഷം ലക്ഷം. ഇത് നഗ്ന കവിതകളാണ്. വീരവണക്കം എന്ന കവിത. രാക്കടലിൽ മത്തിമേയുന്ന പാടങ്ങൾ തോറും ജ്ഞാപല വീശുന്നവർക്കെൻ്റെ വീരവണക്കം. ഫ്ലാറ്റിൽ 8ാം നിലയിലെത്താനായി കോവണി കയറും ഡെലിവറി ബോയ്ക്കെൻ്റെ ഉള്ളിൻ്റെ വീരവണക്കം. സാരി വിൽക്കാൻ ഒറ്റ നിൽപ്പിൻ്റെ മുൾച്ചെരുപ്പിട്ട പാവ സെയിൽസ് ഗേളിനാണെൻ്റെ വീരവണക്കം. വീട്ടുകാശിന് കോടതിക്കുള്ളിൽ കൈക്കുഞ്ഞുമായി കാത്തു നിൽക്കും പെണ്ണിനാണെൻ്റെ വീരവണക്കം. ടാങ്കിൽ നിന്നും മാലിന്യം നീക്കും ദുർഗന്ധമുള്ള പാവമത്തമിഴാളികൾക്കെൻ്റെ വീരവണക്കം. റോഡരികിൽ ടെൻറ്റുകൾ കെട്ടി യോനി വിൽക്കുന്ന രാത്രിഗന്ധി പെങ്ങൾക്കാണെൻ്റെ വീരവണക്കം. രാപ്പകലില്ലാതെ എന്നെന്നും കമ്പ്യൂട്ടറിൻ്റെ തീവലയിൽ കണ്ണുമേയ്പോർക്ക് വീരവണക്കം. താബൂക്കിൻ്റെ കൂറ്റനട്ടികൾ തള്ളി നീക്കുന്ന താളമില്ല ബംഗാളിക്കെൻ്റെ വീരവണക്കം. മറവിരോഗിക്കേതു നേരത്തും കൂട്ടായി നിന്ന് മലവെടുക്കും നഴ്സുമാർക്കെൻ്റെ വീരവണക്കം. പോളിയോയ്ക്ക് തുള്ളി ഔഷധം നൽകുവാനായി നാട്ടിലാകപ്പായുവാശയ്ക്ക് വീരവണക്കം. ഇനിയും അങ്ങനെ നെഞ്ചിലെ ക്യൂവിൽ നൊന്തു നീങ്ങുന്ന നിരവധി പേർക്കെൻ്റെ ജീവൻ്റെ വീരവണക്കം. നമസ്കാരം. നന്ദി സാർ. സമകാലിക സംഭവങ്ങളെ തീവ്രമായി തൻ്റെ കവിതകളിൽ സന്നിവേശിപ്പിക്കുന്ന കവിയാണോ ശ്രീ വിനോദ് വൈശാഖി. നല്ലൊരു പ്രഭാഷകൻ കൂടിയായ ഇദ്ദേഹം മലയാളം മിഷൻ രജിസ്ട്രാർ, കലാസാഹിത്യ സംഘം മുൻ സംസ്ഥാന സെക്രട്ടറി, ഇപ്പോൾ വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ വൈസ് ചെയർമാൻ നിലകളിൽ പ്രവർത്തിക്കുന്നു. മഴയെരിയും കാലം, കൈതമേൽ പച്ച, ഇലകൾ വെള്ള, പൂക്കൾ പച്ച, ഓലപ്പൂക്കൾ, പുരുകങ്ങൾക്കിടയിലെ സൂര്യോദയം തുടങ്ങി അനേകം കൃതികളുടെ കർത്താവാണോ ഇദ്ദേഹം. കേരളത്തിനകത്തും പുറത്തും നിരവധി അവാർഡുകൾ സ്വന്തമാക്കിയ ശ്രീ വിനോദ് വൈശാഖിയെ അടുത്ത കവിത ചൊല്ലുന്നതിനു വേണ്ടി സാദരം ക്ഷണിക്കുന്നു. ആദരണീയ കവി ഏഴാച്ചേരി രാമചന്ദ്രൻ മാഷ്, ജനകീയനായ കുരീപ്പുഴ ശ്രീകുമാർ, റോസ്മേരി ചേച്ചി, പ്രിയമുള്ള സാഹിത്യ ആസ്വാദകരെ, സുഹൃത്തുക്കളെ, മലയാള
സിനിമയിലെ വിസ്മയമായ ശ്രീനിവാസനെ പലരും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു മനോഹരമായ കവിതയാണ്. മാത്രമല്ല ഇതിൻ്റെ ബാക്ക്ഡ്രോപ്പ് മുഴുവൻ കവിതയാണ്. ഈ കവിത ചൊല്ലുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അത് വായിക്കാം. ഞാനിവിടെ ഇരുന്ന് വായിക്കായിരുന്നു. ചട്ടമ്പികൾ ആരെയും സഹായിക്കാറില്ല, കുത്തും കുടലെടുക്കും, അത്രേ ഉള്ളൂ. ഇങ്ങനെ ഒരു മനോഹരമായ ബാക്ക്ഡ്രോപ്പ് ആണെങ്കിലും നമ്മുടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും നേരിടുന്ന വെല്ലുവിളികൾ ഈ വാചകങ്ങളിലുണ്ട്, ഈ ഭാഷയിലുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സ്പീക്കർ ശ്രീ എൻ ഷംസീർ അദ്ദേഹം തലശ്ശേരിയിൽ പോകുമ്പോൾ മാളിയേക്കൽ കുടുംബത്തിൻ്റെ പാട്ട് കേൾക്കാറുണ്ട്. മാളിയേക്കൽ കുടുംബത്തിൻ്റെ പാട്ട് ഞാനും കേൾക്കാറുണ്ട്. അതൊരു കൂട്ടുകുടുംബമാണ്. അവർ ഒന്നിച്ചിരുന്ന് കൊട്ടും, ഒരാൾ നിർത്തുമ്പോൾ അടുത്തയാൾ പാടും. അതായത് ഒരു കുടുംബം എങ്ങനെയാണ് രാഷ്ട്രീയമായി നമ്മുടെ സമൂഹത്തിൽ പടർന്നു നിൽക്കുന്നത് എന്നതിന് തെളിവാണ് മാളിയേക്കൽ പാട്ടുകുടുംബം. രണ്ടുപേരും ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. എങ്ങനെയാണ് ശൈത്താൻ നമ്മളെ ഭരിക്കുന്നതെന്നാണ് ആ പാട്ടിൻ്റെ ഉള്ളടക്കം. നമ്മുടെ പണിശാലകളിൽ എപ്പോഴും പണിത്തിരക്കാണ് എന്നും മാനവ സ്നേഹം ഇല്ലാതാക്കാൻ വേണ്ടി ശൈത്താൻ പണിയെടുക്കുന്നു എന്നുമുള്ള ആ വരികൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിൽ തൊടുന്നത് എന്ന് ചോദിച്ചാൽ, കവിത അല്ലെങ്കിൽ ഒരു കുടുംബത്തിനുള്ളിലെ പാട്ട് ഇതെല്ലാം പ്രതിരോധമായി നമ്മുടെ ഭാഷയെയും സംസ്കാരത്തെയും നാടിനെയും നിലനിർത്താൻ ആവശ്യമാണ് എന്നതിൻ്റെ സൂചനകളാണ്. ഞാനിവിടെ അവതരിപ്പിക്കുന്ന കവിത 2 കവിതകൾ അവതരിപ്പിക്കുന്നു, സമയമുണ്ട്. അതിലൊരു കവിതയുടെ പേര് മണ്ണറിഞ്ഞവൾ എന്നാണ്. നമ്മൾ മണ്ണെറിയുന്നവരും മണ്ണറിഞ്ഞ് വളരുന്നവരുമാണ്. ശരിക്കും അതിജീവിത എന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു പദം അടുത്ത കാലത്ത് നമ്മളെ ഏറെ ഞെട്ടിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അതിജീവനം വളരെ പ്രധാനമാണ്. ഇരുട്ടിൽ, വെയിലിൽ, മഴയിൽ, മഞ്ഞിൽ, ബസ്സിൽ എവിടെയൊക്കെയോ അവളെ ആയുധം കയ്യിൽ വെച്ച് കീഴ്പ്പെടുത്താൻ അല്ലെങ്കിൽ അവളെ കീഴ്പ്പെടുത്തുവാൻ പതുങ്ങിയിരിക്കുന്ന ഒരു കാലത്തെ എങ്ങനെയാണ് അവൾ പ്രതിരോധിക്കുന്നത് എന്നത് ഈ കവിതയിലുണ്ട്. മണ്ണറിഞ്ഞവൾ. മണ്ണറിഞ്ഞു വളരും ചെടികൾ മരമാകാൻ കൊതിച്ചു നിൽക്കേ, മഴുവോങ്ങിയ ധിക്കാരത്തിൻ അടിവേരുകൾ അടിപതറട്ടെ. മണ്ണറിഞ്ഞു വളരും ചെടികൾ മരമാകാൻ കൊതിച്ചു നിൽക്കേ, മഴുവോങ്ങിയ ധിക്കാരത്തിൻ അടിവേരുകൾ അടിപതറട്ടെ. അവളെന്നാൽ ആകാശം പോൽ അളവില്ലാതലിയും മഴ പോൽ ദൂരങ്ങളിലേക്കു കുതിക്കും തുണയായൊരു കൈത്തുഴയല്ലേ. അവളെന്നാൽ ആകാശം പോൽ അളവില്ലാതലിയും മഴ പോൽ ദൂരങ്ങളിലേക്കു കുതിക്കും തുണയായൊരു കൈത്തുഴയല്ലേ. ദൂരങ്ങളിലേക്കു കുതിക്കും തുണയായൊരു കൈത്തുഴയല്ലേ. വെയിലാണ്, ചെറുപുഴയാണ്, കണ്ണാണ്, കാതരയാണ്. വെയിലാണ്, ചെറുപുഴയാണ്, കണ്ണാണ്, കാതരയാണ്. കനലാണ്, കൺമഷിയാണ്, കലയായവൾ പടപടമേള തകിലാണു തരങ്കിണിയാണ്. കലയാണവൾ പടപടമേള തകിലാണു തരങ്കിണിയാണ്. പെൺമക്കളുദിക്കും ദിക്കിൽ തായാട്ടും താരാട്ടുണരും, തായമ്പക കൊട്ടിക്കേറും താഴമ്പൂക്കാടുകളുലയും. പെൺമക്കളുദിക്കും ദിക്കിൽ തായാട്ടും താരാട്ടുണരും, തായമ്പക കൊട്ടിക്കേറും താഴമ്പൂക്കാടുകളുലയും. അണിയറ വിട്ടരങ്ങിലേക്ക് വീറിയവൾ പായും പുലിയായി, മുള്ളേറിയ പാദത്താലെ മൺതട്ടുകളാകെ ഇളക്കും. മുള്ളേറിയ പാദത്താലെ
മൺതട്ടുകളാകെ ഇളക്കും. അണിയറ വിട്ടരങ്ങിലേക്ക് വീറിയവൾ പായും പുലിയായി മുള്ളേറിയ പാദത്താലെ മൺതട്ടുകളാകെ ഇളക്കും. കരികലരും പുഴയിൽ മുങ്ങി തെളിനീരായി പൊങ്ങി വരുന്നു. കാനായി ഉയർത്തിയ ശില്പം തോൽക്കും മറ്റൊരു മൺകൽപ്പം. കരികലരും പുഴയിൽ മുങ്ങി തെളിനീരായി പൊങ്ങി വരുന്നു. കാനായി ഉയർത്തിയ ശില്പം തോൽക്കും മറ്റൊരു മൺകൽപ്പം. കാനായി ഉയർത്തിയ ശില്പം തോൽക്കും മറ്റൊരു മൺകൽപ്പം. ഒറ്റയ്ക്കാണൊരു മുറിയാണ്, ഒറ്റക്കാൽ കൂരയിലാണ്. കുന്നാകെ കുരവയിടും നാൾ കുരവന്നു പിടച്ചവളല്ലേ. ഒറ്റയ്ക്കാണൊരു മുറിയാണ്, ഒറ്റക്കാൽ കൂരയിലാണ്. കുന്നാകെ കുരവയിടും നാൾ കുരവന്നു പിടച്ചവളല്ലേ. തോട്ടത്തിൽ പൂതപ്പാട്ടും ഇലനുള്ളൽ കൈത്താളവുമായി പെൺപറ്റം പാറ്റും ചരിതം എഴുതാനുണ്ടൊത്തിരിയോളം. തോട്ടത്തിൽ പൂതപ്പാട്ടും ഇലനുള്ളൽ കൈത്താളവുമായി പെൺപറ്റം പാറ്റും ചരിതം എഴുതാനുണ്ടൊത്തിരിയോളം. പെൺപറ്റം പാറ്റും ചരിതം എഴുതാനുണ്ടൊത്തിരിയോളം. ചെറുതോണി ഇറങ്ങിപ്പോയി മുണ്ടക്കൈ നീളൻ കയ്യായി. ചെറുതോണി ഇറങ്ങിപ്പോയി മുണ്ടക്കൈ നീളൻ കയ്യായി. വെള്ളാർമല വെള്ളം ചുറ്റി ചൂരൽ മല ചൂരൽ ഉയർത്തി. ചെറുതോണി ഇറങ്ങിപ്പോയി മുണ്ടക്കൈ നീളൻ കയ്യായി. വെള്ളാർമല വെള്ളം ചുറ്റി ചൂരൽ മല ചൂരൽ ഉയർത്തി. എന്നാലും നീന്തിക്കയറും, എന്നാലും നീന്തിക്കയറും. ചില്ലകളിൽ തൊട്ടിലുകെട്ടും മുത്തിക്കൈതോറും മുത്താൻ മണമുള്ള പണപ്പൂ വിരിയും. എന്നാലും നീന്തിക്കയറും ചില്ലകളിൽ തൊട്ടിലുകെട്ടും മുത്തിക്കൈതോറും മുത്താൻ മണമുള്ള പണപ്പൂ വിരിയും. കായൽ കണ്ണാളെ പെണ്ണേ, കായൽ കണ്ണാളെ പെണ്ണേ, കരിമണ്ണിൻ മണമുള്ളോളെ. ചന്ദ്രിക വീണുടയും പുഴയിൽ നീന്തുക നീ മീനഴകായി. കായൽ കണ്ണാളെ പെണ്ണേ, കരിമണ്ണിൻ മണമുള്ളോളെ. ചന്ദ്രിക വീണുടയും പുഴയിൽ നീന്തുക നീ മീനഴകായി. ചന്ദ്രിക വീണുടയും പുഴയിൽ നീന്തുക നീ മീനഴകായി. മണ്ണറിഞ്ഞു വളരും ചെടികൾ മരമാകാൻ കൊതിച്ചു നിൽക്കേ. മഴുവോങ്ങിയ ധിക്കാരത്തിൻ അടിവേരുകൾ അടിപതറട്ടെ. ഒരു കവിത കൂടെ. ഈ കവിത VS അച്യുതാനന്ദൻ സഖാവിൻ്റെ പേരിലുള്ള ആദ്യത്തെ പുരസ്കാരം ലഭിച്ച കവിതയാണ്. ഈ കവിത പ്രസിദ്ധീകരിച്ചതിന് ശേഷമേ ചൊല്ലാവൂ എന്ന് പ്രീജിത്ത് രാജ് അറിയിച്ചിരുന്നു. അതുകൊണ്ട് ഈ കവിത ആദ്യമായി ഇവിടെ അവതരിപ്പിക്കുകയാണ്. പ്രഥമ VS അച്യുതാനന്ദൻ കേരള സാഹിത്യ പുരസ്കാരം ലഭിച്ച പനശാല. നമ്മുടെ പന ഒരു സർവകലാശാലയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പനയിൽ കയറാൻ വേണ്ടി എത്രയോ എഴുത്തുകാർ ചിലപ്പോൾ താഴെ നിന്നിട്ടുണ്ടാകാം വർഷങ്ങൾക്ക് മുമ്പ്. അവർ പനയിൽ കയറിയത് എങ്ങനെയെന്ന് നമുക്ക് അത്ഭുതപ്പെടാം. മാത്രമല്ല പനയോല മുറിച്ചെടുക്കുക എന്നതായിരിക്കാം അവരുടെ പണി. ആ പണിയിൽ അവർ വിജയിച്ചു. ആ എഴുത്തോലകളെല്ലാം മികച്ച ഗ്രന്ഥങ്ങളായി നമ്മുടെ ഇടയിലേക്ക് വരുന്നു. ഇനിയും അവ നമ്മുടെ ഇടയിൽ എത്താനുണ്ട്. ഒരു പക്ഷേ എത്രയോ ഗ്രന്ഥങ്ങൾ ഇനിയും കണ്ടെടുക്കാനുണ്ട്. അതുകൊണ്ട് പന എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ സർവകലാശാലയാണ് എന്നാണ് എൻ്റെ ചിന്തയിൽ തോന്നിയത്. മാത്രമല്ല ആ പനയിൽ കയറുന്ന ഒരു തൊഴിലാളി നെഞ്ചുകാപ്പ് ഉപയോഗിക്കും. അദ്ദേഹത്തിൻ്റെ അരപ്പട്ടയിൽ ഒരു അരിവാപ്പെട്ടി ഉണ്ടാകും അക്കാനി എടുക്കാൻ. മാത്രമല്ല കടുപ്പ്, 2 നീളമുള്ള തടിക്കഷ്ണങ്ങൾ, അതിന് നമ്മൾ കടുപ്പ് എന്ന് പറയും. എനിക്കിത് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ ഞാൻ സ്ഥിരമായി ഇത് കണ്ടിട്ടുള്ളയാളാണ്. ഇപ്പോഴാണ് പനകയറ്റം ഇല്ലാത്തത്. കണ്ടിട്ടുള്ളയാളാണ്. എൻ്റെ നാട്ടിൽ അങ്ങനെ ഒരു പൊന്നുപിള്ള ഉണ്ടായിരുന്നു. ഒരുപാട് പൊന്നുപിള്ളമാരുണ്ടായിരുന്നു. അവരെല്ലാം നെഞ്ചുകാപ്പില്ലാതെ പനയെ കീഴ്പ്പെടുത്തിയവരാണ്. ആ തൊഴിലാളികൾക്ക് വേണ്ടി ഈ കവിത ഞാൻ സമർപ്പിക്കുന്നു. കവിതയുടെ പേര് പനശാല എന്നാണ്. കടുപ്പിൻ്റെ തുടിയാലെ പനയേറ്റം നെഞ്ചു കാപ്പാൽ ഉയരത്തെ തളയ്ക്കുന്ന മനുഷ്യപ്പട്ടം. കടുപ്പിൻ്റെ തുടിയാലെ പനയേറ്റം നെഞ്ചു കാപ്പാൽ ഉയരത്തെ തളയ്ക്കുന്ന മനുഷ്യപ്പട്ടം.
പടിയൂന്നി തളപ്പിട്ടോരാല തീർത്തോരായുധം പോൽ ഇരുമ്പനാണധികാര പനപ്പോരാളി. കടുപ്പിൻ്റെ തുടിയാലെ പനയേറ്റം നെഞ്ചു കാപ്പാലുയരത്തെ തളയ്ക്കുന്ന മനുഷ്യപ്പട്ടം. പടിയൂന്നി തളപ്പിട്ടോരാല തീർത്തോരായുധം പോൽ ഇരുമ്പനാണധികാര പനപ്പോരാളി. ഇടുപ്പിയിലുണ്ടഴകായി മെടഞ്ഞ പട്ടയിൽ കൊട്ടി കൊരുത്തിട്ടക്കാനി തേവും അരുവാപ്പെട്ടി. ഇടുപ്പിയിലുണ്ടഴകായി മെടഞ്ഞ പട്ടയിൽ കൊട്ടി കൊരുത്തിട്ടക്കാനി തേവും അരുവാപ്പെട്ടി. പനമേലെ പളുങ്കായി പനമേലെ പളുങ്കായി മിഴിക്കും നൊങ്കുകൾ ചെത്തി കടുപ്പാലെ ഉടക്കി മൺകുടം കമിഴ്ത്തി. പനമേലെ പളുങ്കായി മിഴിക്കും നൊങ്കുകൾ ചെത്തി കടുപ്പാലെ ഉടക്കി മൺകുടം കമിഴ്ത്തി. പനയക്ഷി കാത്തുവച്ചോരെഴുത്തോല മുറിച്ചഞ്ഞൂറാണ്ടു മുമ്പന്നറിവൂറി ലഹരിയായി. പനയക്ഷി കാത്തുവച്ചോരെഴുത്തോല മുറിച്ചഞ്ഞൂറാണ്ടു മുമ്പന്നറിവൂറി ലഹരിയായി. പനയോല പരപ്പിലൂടാടിയാടി ഇരുമ്പാണി വരഞ്ഞ വട്ടെഴുത്തിലൂടൊഴുകി മക്കൾ. പനയോല പരപ്പിലൂടാടിയാടി ഇരുമ്പാണി വരഞ്ഞ വട്ടെഴുത്തിലൂടൊഴുകി മക്കൾ. കരിപ്പെട്ടി കാപ്പിയുള്ളിൽ പനി പോക്കി തണുപ്പിക്കെ കറക്കം വിട്ടുണർന്നാടി പറയൻ തുള്ളൽ. കരിപ്പെട്ടി കാപ്പിയുള്ളിൽ പനി പോക്കി തണുപ്പിക്കെ കറക്കം വിട്ടുണർന്നാടി പറയൻ തുള്ളൽ. പനമേലെ പെണ്ണൊരുത്തി ഇരിപ്പുണ്ടെന്നറിഞ്ഞേറി പൊളന്നുള്ളം കുടിച്ചാലോ ഭയന്നു തച്ചൻ. പനമേലെ പെണ്ണൊരുത്തി ഇരിപ്പുണ്ടെന്നറിഞ്ഞേറി പൊളന്നുള്ളം കുടിച്ചാലോ ഭയന്നു തച്ചൻ. ഇടയ്ക്കു വച്ചരിശം മൂത്തടി തെറ്റി പേടി ചുറ്റി പനയേറ്റം മതിയാക്കി തിരിച്ചിറങ്ങി. ഇടയ്ക്കു വച്ചരിശം മൂത്തടി തെറ്റി പേടി ചുറ്റി പനയേറ്റം മതിയാക്കി തിരിച്ചിറങ്ങി. പനശാലയ്ക്കധിപയായവൾ സീതാരഹസ്യത്തെ പനശാലയ്ക്കധിപയായവൾ സീതാരഹസ്യത്തെ എഴുത്തോലയ്ക്കകത്തേക്ക് ചുരുട്ടിക്കേറ്റി. പനശാലയ്ക്കധിപയായവൾ സീതാരഹസ്യത്തെ എഴുത്തോലയ്ക്കകത്തേക്ക് ചുരുട്ടിക്കേറ്റി. പനമ്പായ ചുരുട്ടി വച്ചുറങ്ങാതെ എഴുത്താശാൻ അവൾ പായും ഇടത്തോല കുടിലു കെട്ടി. പനമ്പായ ചുരുട്ടി വച്ചുറങ്ങാതെ എഴുത്താശാൻ അവൾ പായും ഇടത്തോല കുടിലു കെട്ടി. കറുപ്പിൻ്റെ മരത്തയ്യ മുലയുമ്പോൾ എഴുത്തച്ഛൻ കറുപ്പിൻ്റെ മരത്തയ്യ മുലയുമ്പോൾ എഴുത്തച്ഛൻ പനമ്പായ നിവർത്തി വച്ച് ഉദിക്കുന്നെങ്ങും. കറുപ്പിൻ്റെ മരത്തയ്യം ഉലയുമ്പോൾ എഴുത്തച്ഛൻ പനമ്പായ നിവർത്തി വച്ചുദിക്കുന്നെങ്ങും. പനമ്പായ നിവർത്തി വച്ചുദിക്കുന്നെങ്ങും. കടുപ്പിൻ്റെ തുടിയാലെ പനയേറ്റം നെഞ്ചു കാപ്പാലുയരത്തെ തളയ്ക്കുന്ന മനുഷ്യപ്പട്ടം. പടിയൂന്നി തളാപ്പിട്ടോരാല തീർത്തോരായുധം പോൽ ഇരുമ്പനാണധികാര പനപ്പോരാളി. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട MLA കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രേക്ഷകരുണ്ട്. ഈ കവിതകളൊക്കെ ഇവിടെ ചൊല്ലിയ കവിതകളെല്ലാം നമ്മുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള കേരളത്തിൻ്റെ തൊഴിലാളികളുടെ പ്രതിഫലനമാണ്, സംസ്കാരത്തിൻ്റെ പ്രതിഫലനമാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി സാർ.
ആർദ്രവും അർത്ഥഗർഭവും അനുഭൂതിധന്യവുമായ മനോഹരമായ കവിതകൾ കൊണ്ട് കവിതാവേദിയെ ധന്യമാക്കിയ പ്രിയ കവികളായ ശ്രീ ഏഴാച്ചേരി രാമചന്ദ്രൻ, ശ്രീ കുരീപ്പുഴ ശ്രീകുമാർ, ശ്രീ വിനോദ് വൈശാഖി, ശ്രീമതി റോസ്മേരി എന്നിവർക്ക് നിയമസഭയുടെ അകൈതവമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒന്നോ രണ്ടോ കവിതാസ്വാദകർക്ക് നമ്മുടെ പ്രിയപ്പെട്ട കവികളോട് എന്തെങ്കിലും സംവദിക്കാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കൊന്നും ചോദിക്കാനില്ല? സമയമുണ്ടെന്നുള്ളതുകൊണ്ട് ഒരു കവിത പിടിച്ചെല്ലാം അംഗീകരിക്കുക. ഓക്കെ സാർ, ഓക്കെ. എന്തേ നിങ്ങൾ കവികളെ ചോദ്യം ചെയ്യാത്തത്? ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ലെന്ന് നിങ്ങൾ എന്താ ചോദിക്കാത്തത്? ഈ രാജ്യം ജാതി മത ചിന്തകൾ കൊണ്ട് കത്തിയെരിയുമ്പോൾ നിങ്ങൾ എന്താണ് ഇങ്ങനെ മൗനം പാലിക്കുന്നത്? നിങ്ങൾ എന്താ ചോദിക്കാത്തത്? ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ ഈ നാട്ടിൽ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കാതെ ഇരിക്കുന്നത്? നിങ്ങൾ എന്താണ് ചോദിക്കാത്തത്? ഇതുവരെ കേരളത്തിൽ ഇത് വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ലല്ലോ, നിങ്ങൾ എന്താണ് അഭിപ്രായം പറയാത്തത് എന്ന് നിങ്ങൾ ചോദിക്കാത്തത് എന്താ? ഇതുവരെ കേരളത്തിൽ ദളിത് മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ലല്ലോ, നിങ്ങൾ എന്താണ് കവികൾ അതിനെക്കുറിച്ചൊന്നും പറയാത്തത് എന്ന് എന്താ നിങ്ങൾ ചോദിക്കാത്തത്? മൗനം പൂണ്ട ഒരു ജനത നല്ല ജനതയല്ല. ഒരു കവിത നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന, നമുക്കെല്ലാവർക്കും അറിയാവുന്ന താരകപ്പെണ്ണാളെ തുടങ്ങിയിട്ടുള്ള പാട്ടുകൾ മലയാളത്തിന് സംഭാവന ചെയ്ത പാടിക്കേൾപ്പിച്ച PS ബാനർജിയെക്കുറിച്ചുള്ള ഒരു കവിത. ഡ്രാഗൺ ഫ്രൂട്ടിനുൾച്ചുവപ്പിൽ ബാനർജി പാട്ട്, ചീട്ടെടുക്കും തത്ത ചുണ്ടിൽ ബാനർജി പാട്ട്, അമ്മ തുപ്പും വെറ്റേമാനിൽ ബാനർജി പാട്ട്, ചെങ്കരിക്കിൽ കോവൽ പൂവിൽ ബാനർജി പാട്ട്, താഗതൈതക താഗതൈതക താഗതൈതകതോം താഗതൈതക താഗതൈതക താഗതൈതകതോം, പാൽമുലയിൽ പച്ച തേച്ച പപ്പായച്ചോട്ടിൽ കാക്ക കൊത്തിക്കൊണ്ടുവന്ന തെച്ചിക്കമ്മലിൽ, കാട്ടുമൈന കാവൽ നിൽക്കും മഞ്ചാടിക്കൊമ്പിൽ, ടോർച്ചടിക്കും വെട്ടമായി ബാനർജി പാട്ട്, താഗതൈതക താഗതൈതക താഗതൈതകതോം താഗതൈതക താഗതൈതക താഗതൈതകതോം, കായലിൽ വീശുകാർ വള്ളപ്പടിയിൽ കൊട്ടും, ആദിമ താളത്തിലെത്തും പെരുമീൻ പോലെ, ഈർച്ചവാളിൻ മൂർച്ചയുള്ള വാക്കുതുള്ളിച്ച് കാറ്റിനൊപ്പം കത്തിരാകും ബാനർജി പാട്ട്, താഗതൈതക താഗതൈതക താഗതൈതകതോം താഗതൈതക താഗതൈതക താഗതൈതകതോം, വാഴത്തോട്ടം കണ്ടു കണ്ട് ഞാൻ നടക്കുമ്പോൾ താഴെയായി കാന്താരി പോലെ താരകപ്പെണ്ണ്, കല്ലമാല മുറിച്ചിട്ട് പുൽപ്പരപ്പിന്മേൽ വില്ലുവണ്ടി ഏറി വന്ന റൗക്കവെൺമകൾ, താഗതൈതക താഗതൈതക താഗതൈതകതോം താഗതൈതക താഗതൈതക താഗതൈതകതോം, നീലവാനിൽ വെള്ളിമേഘം ചിന്തയും ചിരിയും കൂട്ടി കാർട്ടൂൺ വരയ്ക്കുന്ന മാർച്ചിലുച്ചയ്ക്ക്, പൂത്തുനിൽക്കും കവുങ്ങിൻ്റെ ഇത്തിരി ചോട്ടിൽ ചാറ്റുപോലെ ചലിക്കുന്നു ബാനർജി പാട്ട്, താഗതൈതക താഗതൈതക താഗതൈതകതോം താഗതൈതക താഗതൈതക താഗതൈതകതോം, പാട്ടിലെല്ലാം പച്ചമാംസം മണക്കുന്നുണ്ട്, വിയർപ്പു ചിന്തിപ്പോയ കാലം തകർക്കുന്നുണ്ട്, ചെണ്ടയിൽ സഞ്ചാരമാർഗം പൊലിക്കുന്നുണ്ട്, തൊണ്ടയിൽ തീയുണ്ട് തേനുണ്ട് ആർദ്രതയുണ്ട്, താഗതൈതക താഗതൈതക താഗതൈതകതോം താഗതൈതക താഗതൈതക താഗതൈതകതോം, കണ്ടു നിൽക്കും കാഞ്ഞിരത്തിൻ ചില്ലകൾ തോറും മിണ്ടി മിണ്ടിയിരിക്കുന്ന പ്രാക്കളെ നോക്കി,
മുന്തിരി പന്ത കിട്ടുന്നു ബാനർജിക്കൂട്ട്, ചിന്തയിൽ കൂടൊരുക്കുന്നു ബാനർജിപ്പാട്ട്. താകതൈതക താകതൈതക താകതൈതകതോ, താകതൈതക താകതൈതക താകതൈതകതോ. കണ്ണു രണ്ടും അടയ്ക്കുമ്പോൾ കുന്നിറങ്ങുന്നു, മഞ്ഞുറഞ്ഞ് നെഞ്ചുടഞ്ഞ് നന്ദുണിപ്പാട്ട്. കണ്ണടച്ച് കാതടച്ച് കൺമണിപ്പാട്ട്, വക്കുടച്ച് ദിക്കിടിച്ച് ബോബ് മാർലിപ്പാട്ട്. താകതൈതക താകതൈതക താകതൈതകതോ, താകതൈതക താകതൈതക താകതൈതകതോ.